ഇത് റാഗി ദോശയാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇത് റാഗി ദോശയാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ മെഷർമെൻറ്റ് കപ്പ് 1 കപ്പാണെങ്കിൽ 1 കപ്പ് റാഗി മുഴുവനോടെയുള്ളത്, പിന്നെ 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് പച്ചരി, 1 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ചേർത്ത് നമ്മൾ കഴുകി സോക്ക് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ച് രാത്രി ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ മനോഹരമായ റാഗി ദോശ ഉണ്ടാക്കാവുന്നതാണ്. ഇത് വളരെ ക്രിസ്പി ആയിട്ടുകൂടെ നമുക്ക് എടുക്കാവുന്നതാണ്. വളരെ ക്രിസ്പിയാണത്. മറിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കൂടെ നമുക്ക് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ തീ ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു കയ്യിൽ മാവെടുത്ത് ഒഴിക്കാവുന്നതാണ്. നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കുമ്പോൾ അടിയിലൊരു പാത്രം പിടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡ്രോപ്സ് വീഴാതെ നമുക്ക് കിട്ടുന്നതാണ്. അതിന് ശേഷം നമ്മൾ തീ ഒന്ന് കൂട്ടി കൊടുക്കുക. പരത്തിയതിന് ശേഷം തീ കൂട്ടി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വയ്ക്കുക. വളരെ ഈസിയാണ്. എളുപ്പത്തിൽ ദോശ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് റാഗി സെപ്പറേറ്റ് കുതിർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട് റാഗി സെപ്പറേറ്റ് കുതിർക്കുന്നത് നല്ലതാണ്. റാഗി സെപ്പറേറ്റ് കുതിർത്ത് അരയ്ക്കുക. സെപ്പറേറ്റ് അരച്ച് നമ്മൾ അരി മുഴുന്നും സെപ്പറേറ്റ് അരച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. നല്ല നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കയ്യിലെടുത്ത് ഇതിൻ്റെ ഡ്രോപ്സ് വീഴാതിരിക്കാനായിട്ട് നമ്മൾ അടിയിലൊരു പാത്രം പിടിച്ചിട്ട് നമ്മൾ ഇത് ഒഴിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ ഡ്രോപ്സ് സ്പ്രെഡ് ആവാതെ കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാമറ പിടിച്ചത് കൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ മാവ് നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ 2 വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു അല്പം ഇഞ്ചി, പിന്നെ പച്ചമുളക് 2 ചേർത്ത് അരയ്ക്കുന്നതും നല്ലതാണ്. പിന്നെ നമ്മൾ അരച്ചതിന് ശേഷം നമുക്കതിൽ ഉപ്പിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള ടിപ്സ്. വെള്ളം മരിഞ്ഞ് വന്നിട്ടുണ്ട്, ക്രിസ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ റാഗി ദോശ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.